അതായത് പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല, കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുക. അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ BJP ജയിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത CPM ആണ്. കാരണം 56,000 വോട്ടുകൾ BJPക്ക് തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തലയുയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ CPIയുടെ ജില്ലാ കമ്മിറ്റി കൂടി പറഞ്ഞത് KV അബ്ദുൽ ഖാദറിനെ പോലുള്ള സീനിയറായിട്ടുള്ള CPMകാരനെ ചെയർമാനാക്കണം എന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും EDയുടെ അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ട് LDFൻ്റെ വോട്ടുകൾ അട്ടിമറിച്ചു എന്നാണ് CPIയുടെ ജില്ലാ കമ്മിറ്റി പോലും പരാതിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും TP കേസിലെ അദ്ദേഹത്തിനെ വധിച്ച കേസിലെ ഒരു പ്രതിയെ പോലും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ല. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായി നേരിടും. പ്രസംഗത്തൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെയും ഒപ്പം തന്നെ വിജയത്തിനെയും ഒരുപോലെ കാണണമെങ്കിൽ ആ വിജയം പോലും പഠിക്കണമെന്ന് ആ ഒരു സാഹചര്യം. അല്ല, നമ്മൾ ഏത് ട്രെൻഡിൽ വിജയിച്ചു ആ ട്രെൻഡുകൾ അടുത്ത ഇലക്ഷനിൽ നമ്മളെ സഹായിക്കും. ഇതുകൂടെ പഠിക്കേണ്ടത്. കാരണം നമുക്കൊരു അനുഭവമുണ്ട്. 2019 ഇതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ ജയിച്ചു കഴിഞ്ഞ തവണ. പക്ഷേ ലോക്കൽ ബോഡിയിൽ അസംബ്ലിയിലും തോറ്റുപോയി. അതുകൊണ്ട് വിജയവും നമ്മൾ പഠിക്കേണ്ട ഘടകമാണ്. ആ വിജയത്തിൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എങ്ങനെ അടുത്ത ഇലക്ഷനിൽ പ്രയോജനപ്പെടുത്താം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകമാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ കോൺഗ്രസ് പ്രവർത്തകർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് പൊതുവെയുള്ളൊരു വികാരം.